ഹലോ. അപ്പോൾ കാലത്തിൽ നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാമതൊന്ന് കാലത്ത് വയ്യാത്ത കാലം തന്നെ കുറച്ച് വൈകിട്ട് എണീറ്റ് വന്ന പാടെ ഞാൻ കേൾക്കണ വാർത്തതാണ് കേട്ടോ. നമ്മൾ ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്, കത്തിക്കാൻ പറ്റണില്ല. ഈ ഗ്യാസുമ്മേൽ ഉപയോഗിച്ചിട്ട് അതില്ലാണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അടുപ്പ് പിടിപ്പിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ഒന്നാമത് ഇവിടെ വിറകും കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് ഗ്യാസ് വർക്ക് ചെയ്യാണ്ടായപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ റെഡിയാക്കി തന്നു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ഇപ്പോൾ കാലത്തെ പരിപാടികൾ ഞങ്ങൾ അടുപ്പത്ത് തന്നെ ഞാനും അമ്മയും കൂടാണ്ട് കഴിച്ചു. അപ്പോൾ നമുക്കിന്ന് ദോശയും തലേ ദിവസത്തെ ചിക്കൻ കറിയുമായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ പിള്ളേരൊക്കെ നല്ല മഴ ചെയ്യുന്നുണ്ട് അവർ പോണ സമയത്ത്. അപ്പോൾ അവർ മഴയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ രുദ്രു മഴ അങ്ങനെ കൊണ്ട് ആസ്വദിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ ചായ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ നന്നായി കിടന്ന് ഉറങ്ങിട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ കഞ്ഞിയാട്ടോ കുടിച്ചത്. ഞാൻ രുദ്രുവിനെ വിളിച്ചെണീപ്പിക്കുക ചെയ്തത്. കാരണം അവൻ നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടോ. അവനും ചെറുതായിട്ടൊരു ചീച്ചിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ കഞ്ഞി ഞാനും അവനും കൂടിയിട്ട് കുടിച്ചു കേട്ടോ. ആദ്യം കുറച്ച് മടി കാണിച്ചു, പിന്നീട് കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചായ വെച്ചു. പിന്നെ നമുക്ക് ചായക്ക് ഇപ്പി നൂഡിൽസ് ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. സ്ഥിരം ഒന്നല്ല, വല്ലപ്പോഴും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കോഴിമുട്ട കുത്തിപ്പൊരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഈ ഒരു സംഭവം ഇതുപോലെ പൊടിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇടാറ്. അതിട്ടിട്ട് അതിൻ്റെ ഒന്ന് തിള വരുമ്പോൾ മേലേക്ക് അതിൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതുപോലെ പൊട്ടിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കും. ആ ടൈമിൽ പൊട്ടിക്കുമ്പോൾ എനിക്ക് ആ കവർ തന്നെ പൊട്ടിക്കാൻ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചിട്ട് ആദ്യം വെക്കും. അത് ഇതുപോലെ ഇതിലേക്ക് പരത്തിയിട്ട് കൊടുത്ത് മൊത്തം ഇളക്കി യോജിപ്പിക്കും കേട്ടോ. അതിനുശേഷം വെള്ളം വറ്റി വന്നാൽ നമ്മൾ കോഴിമുട്ട ഇട്ട് ഇളക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് തിളപ്പിച്ച് ഊറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ട് നമ്മളുടെ ഇത് പിന്നെ 5 മിനിറ്റ് ഒന്നും വേണ്ട തോന്നുന്നു, അതിലും കുറവേ വേണ്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അത് സെറ്റായി ഇതുപോലെ കോഴിമുട്ട കുത്തിപ്പൊരി അതിൽ ഇങ്ങനെ ഇളക്കി കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് വിട്ടിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു കേട്ടോ. എൻ്റെ ഏട്ടൻ വരുമ്പോൾ നല്ല കുട്ടൻകോര കൊടുത്തിരുന്നു. കുട്ടൻകോര നമ്മുടെ പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയില്ലേ, അത് കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ആക്രാന്തം തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം കൊതുകിനെ കത്തിച്ചിട്ട് മീനൊക്കെ നേരാക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ അടിക്കലും തുടക്കലും പാത്രം കഴുകലൊക്കെ കഴിച്ചു. പിന്നെ മീൻ കറിയും മീൻ വറുത്തൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് വെച്ചത്. കുറേ ദിവസമായിട്ടോ, 2 ആഴ്ച മേലൊക്കെ ഉണ്ടാവും മീൻ വാങ്ങിയിട്ട്. പിന്നെ പിള്ളേരായിട്ട് കുറച്ച് നേരം മടിക്കാനിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഊണ് കഴിക്കാൻ വന്നു കേട്ടോ. അതിന് ഊണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾക്ക് പാരസെറ്റമോൾ കഴിക്കണം. അപ്പോൾ അതും കഴിച്ച് കിടക്കാൻ പോവാണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.